അനന്തുകൃഷ്ണൻ പ്രധാന പ്രതിയായ പാതിവില തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 1000-ൽ പരം കോടി രൂപയുടെ തട്ടിപ്പിന് ഇരയായ 30,000-ൽ പരം പേർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടുമോ? സാധ്യത തീരെയില്ല. ആരുടെയെല്ലാം ഒത്താശ 3 വർഷമായി ഇയാൾക്ക് ലഭിച്ചു? ചിത്രം ഇനിയും തെളിയാനുണ്ട്. സ്റ്റീലിനും അലൂമിനിയത്തിനും 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഓഹരി വിപണികളിൽ പുതിയ അനിശ്ചിതത്വം. ലോഹ കമ്പനി ഓഹരികൾക്ക് 4% വരെ വിലയിടിവ്. രൂപയ്ക്ക് കൂടുതൽ തകർച്ച. സ്വർണത്തിന് ഗ്രാമിന് 35 രൂപ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശനത്തിൽ. ആണവ ഇടപാടിലടക്കം വ്യാപാരവും സഹകരണവും വർദ്ധിപ്പിക്കാൻ ചർച്ച നടക്കും. പ്രസിഡന്റ് ബുഷിനെ കാണാൻ പ്രധാനമന്ത്രി US-ഉം സന്ദർശിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ പ്രമുഖ വ്യവസായി ജനാർദ്ദന റാവുവിനെ ചെറുമകൻ കുത്തിക്കൊന്നു. 1 അല്ല 73 കുത്തുകൾ. കാരണം സ്വത്ത് തർക്കം. 460 കോടി രൂപ മൂല്യമുള്ള വെൽജാൻ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് 86-കാരനായ റാവു. 10 മിനിറ്റിൽ ഭക്ഷണം എത്തിക്കുന്ന സെപ്റ്റോ കഫേ ആപ്പിൽ പ്രതിദിന ഓർഡറുകളുടെ എണ്ണം 75,000 കവിഞ്ഞു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ മാത്രം തുടങ്ങിയ ആപ്പാണ് ഇത്. തുടക്കത്തിൽ കിട്ടിയത് 30,000 ഓർഡറുകൾ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.